എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റെങ്കിലും കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു കേട്ടോ. ദേവര ആ ഒരു മൂവിയായിരുന്നു കണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞൊരു 8:30 9 മണിയായപ്പോൾ കേട്ടോ അടുക്കളയിലോട്ട് കയറിയത്. ഇന്ന് മക്കൾക്ക് ക്ലാസ്സൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ സമയം ഇങ്ങനെ കളഞ്ഞു. രാവിലത്തെ ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള പൊടിയെല്ലാം നനച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ്. ഇങ്ങോട്ടിപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചെടികളൊക്കെ പൂവിട്ട് തുടങ്ങി. എല്ലാവരും പറഞ്ഞില്ലായിരുന്നു ചെടിയൊക്കെ വെക്കണമെന്ന്. അപ്പോൾ അതിൽ നാടൻ ചെടികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതെല്ലാം പൂവിട്ട് തുടങ്ങി. പിന്നെ ഇതിപ്പോൾ പറന്ന് വന്നൊരു പക്ഷിയാണ് കേട്ടോ, പക്ഷിയും പോട്ടെ തവളയാണ് കേട്ടോ. എവിടുന്ന് അങ്ങനെ പറന്നാണെന്നോ തോന്നുന്നത് വന്നത്. അപ്പം ആ ഒരു തവളയാണ് കണ്ടത് കേട്ടോ. പിന്നെ വന്നിട്ട് സാധാരണ പോലെ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടുകയാണ്. മുറ്റം തൂക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വന്നു. എല്ലാം ഒന്ന് നോക്കി കേട്ടോ. ഇതേപോലെ രാവിലെ വന്ന് നോക്കിയാലാണ് ഇതിനകത്ത് വല്ല കീടങ്ങളോ പുതിയ എന്തെങ്കിലും പുഴുശല്യമോ ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നും ഇങ്ങനെ നോക്കൂ കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരു നീലപ്പൂ ഉണ്ടായിരിക്കുന്നത്, അതും മൊത്തത്തിലൊന്ന് നോക്കി. പിന്നെ പയറൊക്കെ പൂവിട്ട് തുടങ്ങി, അതും നോക്കി. പയറിൻ്റെ വള്ളി എന്നും ഇങ്ങനെ ഇതേപോലെയൊക്കെ ചുറ്റി റെഡിയാക്കി വെച്ച് കൊടുക്കൽ. ഇത് നാടൻ പയറായതുകൊണ്ട് നമ്മുടെ മറ്റുള്ള വള്ളിപ്പയറിനെ വെച്ച് നോക്കുമ്പോൾ ഇല കൂടുതലാണ്, പിന്നെ വള്ളിയും കൂടുതലാണ് കേട്ടോ. കുറേ നാൾ നിന്ന് കായ്ക്കും, പക്ഷേ ഇങ്ങനെ ഇലയ്ക്ക് കനം കൂടുതലാണ്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. ക്യാരറ്റ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള, ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു പുട്ടാണ്, നെയ്യൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഷോർട്ട് വീഡിയോ കേട്ടോ. ഏകദേശം സമയം ഇപ്പോൾ ഒരു 10 മണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും താമസിച്ച് പോണത്. അപ്പോൾ ഈ ഒരു സമയത്ത് ലഞ്ചും കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചോറ് ഞാൻ ഓൾറെഡി റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫൊക്കെ ഒന്ന് വെക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മക്കൾ വന്നിട്ട് ചോദിച്ചത് പൊതിച്ചോറ് ഉണ്ടാക്കാമോ എന്നിട്ട്. അപ്പോൾ അവർ തലേദിവസം യൂട്യൂബിൽ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ വന്ന് ചോദിക്കുന്ന, ഫ്രിഡ്ജിനകത്തൊന്ന് തലയിട്ട് നോക്കും, അത്യാവശ്യം പൊതിച്ചോറിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അങ്ങനെ പറഞ്ഞതാണ് ഇന്ന്. അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഈ ഒരു ഒപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് തേങ്ങയൊക്കെ ചിരണ്ടി തന്നിട്ടുണ്ടായിരുന്നു, ചമ്മന്തി അരയ്ക്കാനുള്ളത്. അപ്പം ചമ്മന്തിയും അരയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. ചോറ് സെറ്റാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഉച്ചക്കത്തേക്കുള്ളത് പൊതിഞ്ഞ് കറിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാലാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് കറികളും തയ്യാറാക്കുകയാണ്. അങ്ങനെ പൊതിച്ചോറിന് വേണ്ടുന്ന ഒരു മെനു സെറ്റായിട്ടോ, തേങ്ങാ ചമ്മന്തി. പിന്നെ മക്കൾ എഴുന്നേറ്റ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നു. പുട്ടും ചെറുപയറും, പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ തൂളിയിട്ട് കൊടുത്തു, പിന്നെ ഒരു പഴവും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ഈ പുട്ടുണ്ടാക്കുന്ന ദിവസം എല്ലാം കിച്ചണ് ഓവറായിട്ട് അത് വൃത്തികേടാവും കേട്ടോ. എങ്ങനെ എത്രയെല്ലാം റെഡിയാക്കി എടുത്താലും അവിടെ ഇവിടെ എല്ലാം പുട്ടിൻ്റെ പൊടി വീഴുവേ. അങ്ങനെയാണ്. പിന്നെ ഇനി പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് കത്തി ഒന്ന് മൂർച്ചയാക്കുകയാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. പിന്നെ മീൻ വറുക്കുകയാണ് പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ളത്. മീനൊക്കെ ഇന്നലെ തന്നെ വെട്ടി ഫ്രിഡ്ജിൽ ഇന്ന് കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുത്തതാണ്. അപ്പോൾ അത് വറുക്കാൻ വെച്ചു. പിന്നെ ബീൻസ് ഉണ്ടായിരുന്നു, അത് അരിയാണ് തോരനായിട്ട്.
പൊതിച്ചോറിന് വേണ്ടുന്ന എല്ലാ കറികളും റെഡിയായി. ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുത്തു കേട്ടോ എല്ലാം സെറ്റാക്കാനായിട്ട്. ഇനിയിപ്പോൾ വാഴ വെട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ചോറ് പൊതിയാനായിട്ട്. അപ്പം ഇപ്പോൾ വീഡിയോയിൽ ഒരെണ്ണം കെട്ടുന്നതാണ് കാണിക്കുന്നുള്ളൂ. ഒരു 3 കൂടി ഇനി കെട്ടി വെക്കാനുണ്ട്. മൊത്തം 4 പേർക്കുള്ളതാണല്ലോ. അപ്പോൾ ബാക്കി വാഴ മുൻവശത്താണ് ഉള്ളത്, അവിടുന്ന് വെട്ടിയെടുക്കണം. ഇപ്പം ഞാൻ ഒരെണ്ണമാണ് കെട്ടുന്നത് കാണിക്കുന്നത്. ഇല വാട്ടിയത് റെഡിയായി. ഇനിയിപ്പോൾ ഒരു പേപ്പർ വിരിച്ചു, അതിലേക്ക് നമ്മുടെ വാട്ടിയ വാഴൽ വെച്ച് കൊടുത്തു. ഇനി ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കറികളും ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ചോറിട്ട് കൊടുത്തു. പിന്നെ ഇത് തക്കാളി ചമ്മന്തിയില്ലേ, അതാണ് കേട്ടോ. പിന്നെ ബീഫ് ഒന്ന് റോസ്റ്റ് ആക്കിയത്, മീൻ ഫ്രൈ, പിന്നെ കിഴങ്ങ് മെഴുക്കുവരട്ടി, ബീൻസ് തോരൻ, തേങ്ങാ ചമ്മന്തി, അച്ചാർ, മുട്ട പൊരിച്ചത്. ഇത്രയാണ് പൊതിച്ചോറിലുള്ള കറികൾ. ഇനി ഇത് കഴിക്കാനായിട്ട് ഒരു 3 മണിയൊക്കെ ആവും കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവരും താമസിച്ചാണല്ലോ രാവിലത്തെ ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് 3 മണിയൊക്കെ ആവും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പം കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഇനി കിച്ചണൊക്കെ ക്ലീൻ ആക്കുന്നുള്ളൂ. അപ്പം ഞാനിനി ഒരുപാട് ജോലിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം വേഗം ഫുഡെല്ലാം കഴിക്കുന്നത് രാവിലത്തെ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ രാവിലത്തെ പണിയെല്ലാം നല്ല തകൃതിയായിട്ട് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത്യാവശ്യം എല്ലാം നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല.
അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറേ നേരം വെറുതെ ഇരുന്നു. പിന്നെ 3 മണി കഴിഞ്ഞു കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുമ്പം പൊതിച്ചോറാണ് കഴിക്കുന്നത്. തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു ഇലേൻ്റെയൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം അറിയുന്നവർ കേട്ടോ. കൊണ്ടു തന്നതാണ് ചോക്ലേറ്റ്. അത് കഴിച്ചു. ഇത്രയും ചോക്ലേറ്റ് കൊണ്ട് തന്നായിരുന്നേ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കോളയാടൊന്ന് പോവുകയാണ് കേട്ടോ. കോളയാട് ഒരു തോട്ടം എടുത്തിട്ടുണ്ട്. അത് പാലിന് കൊടുത്തേക്കാണ്. മുറിക്കാനുള്ള തോട്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പോയി നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ റബ്ബറൊന്നും കാണില്ല. അപ്പോൾ അത് നോക്കാനായിട്ട് എല്ലാവരും കൂടി അങ്ങനെ പോണതാണ്. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏകദേശം രാത്രി നല്ലൊരു സമയമാവും കേട്ടോ. വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് കോളയാടുള്ള തോട്ടം കേട്ടോ. മുറിക്കാനുള്ള റബ്ബറാണ്. അപ്പോൾ മുറിക്കേണ്ട ടൈമായില്ല. അപ്പോൾ അതുവരെ ഒരാൾക്ക് പാലിന് കൊടുത്തേക്കാണ്. അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ എങ്ങാണ്ട് ഒരു അമ്മച്ചി എന്തോ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ചെടിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ പൂവാണ് കേട്ടോ. ഇപ്പം ഞാൻ എല്ലായിടത്തും പോയ ചെടികളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇതിൻ്റെ എടുത്തു കിട്ടാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ തോട്ടം അങ്ങനെ മൊത്തത്തിൽ കണ്ടെന്നുള്ളൊരു പകുതിയെ കണ്ടു തീർത്തുള്ളൂ. കുറേ ഉണ്ട് നടക്കാനായിട്ട്. ചേട്ടായി അങ്ങ് അറ്റം വരെ പോയിട്ടോ. അപ്പം ഞാൻ ഇതിൽ കൂടെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എടുത്ത ഒരു ഫോട്ടോസൊക്കെ ഞാൻ ഇന്നാൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം. ഇത്ര നേരം വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി.